നമ്മൾ എന്തിനാണ് ഈ ബി പി ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്? ബി പി കൂടിക്കഴിയുമ്പോൾ നമ്മളുടെ എൻഡ് ഓർഗൻസ് പറയും, ആ എൻഡ് ഓർഗനിലേക്ക് ഡാമേജസ് വരാൻ കൂടുതൽ സാധ്യതകളുണ്ട്. കൂടുതലായിട്ടും കാണുന്നത് ബ്രെയിൻ, ഹാർട്ട്, കിഡ്നി, കണ്ണ്, ഈ കോശങ്ങളിൽ ഡാമേജസ് വരാൻ ചാൻസ് കൂടുതലാണ്. ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്കിനുള്ള ചാൻസ് കൂടുതലാണ്. ഹാർട്ടിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, ഇതിനൊക്കെ ചാൻസ് കൂടുതലാണ്. കണ്ണിൻ്റെ അകത്ത് റെറ്റിനൽ ബ്ലീഡിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്, അതും കണ്ണിനെ ബാധിക്കാം. കിഡ്നി ഫെയിലിയർ വരാനുള്ള ചാൻസ് കൂടുതലാണ് ബി പി കൂടി നിന്നാൽ. അതുകൊണ്ട് നമ്മൾ ഇതിനുള്ള ചാൻസസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ബി പിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ നമ്മൾ പേഷ്യൻസിനെ കാണുമ്പോൾ ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്ന് നോക്കുമ്പോൾ ബി പി കയറി നിൽക്കുന്നത് കാണാറുണ്ട്. ഒരൊറ്റ പ്രാവശ്യത്തെ റീഡിങ് കയറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാറില്ല. 1-2 ആഴ്ചയ്ക്ക് ശേഷം നോക്കിയതിന് ശേഷം അപ്പോഴും ബി പി കയറി നിൽക്കുകയാണെങ്കിൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാറുള്ളൂ. സാധാരണ പേഷ്യൻസ് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ വരുന്ന പേഷ്യൻ്റ്, എനിക്ക് സിംറ്റംസ് ഒന്നും ഇല്ലല്ലോ, ഞാൻ എന്തിനു ട്രീറ്റ് ചെയ്യണം? ചിലപ്പോൾ ഫസ്റ്റ് സിംറ്റം വരുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും എൻഡോഗൻ ഡാമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോക്കോ അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് പഴയ രീതിയിലേക്ക് ആവാൻ സാധ്യതകൾ കുറവാണ്. എന്തെങ്കിലും ഒരു ഡാമേജ് ചിലപ്പോൾ അവിടെ ഓൾറെഡി വന്നു കാണും. അതുകൊണ്ട് ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബി പി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഒരു ചോദ്യം, ഈ ബി പി മെഡിസിൻസ് കാരണം കിഡ്നി ഫെയിലിയർ വരുമോ എന്നുള്ളത് ഇടയ്ക്ക് പേഷ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബി പിയുടെ മെഡിസിൻസ് കാരണം മാത്രം റീനൽ ഫെയിലിയർ ഉണ്ടാകത്തില്ല. ഒരു പർട്ടിക്കുലർ ലെവൽ ക്രിയാറ്റിൻ കയറിപ്പോയി കഴിഞ്ഞാൽ ചില ബി പി മെഡിസിൻ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും. ചില മെഡിസിൻ നമ്മൾ ആ ഒരു ലെവൽ കഴിഞ്ഞാൽ കൊടുക്കുകയില്ല. അത് ആ മെഡിസിൻ കാരണം വന്ന റീനൽ ഫെയിലിയർ അല്ല, ഈ ഹൈപ്പർ ടെൻഷൻ സ്ഥിരമായിട്ട് നിന്നതുകൊണ്ട് വന്ന റീനൽ ഫെയിലിയർ ആണ്. പ്രീ ഹൈപ്പർ ടെൻഷൻ കേസിൽ നമ്മൾ പൊതുവേ മരുന്നുകൾ തുടങ്ങാറില്ല. അവരോട് ജീവിതശൈലിയിൽ കുറച്ച് മാറ്റം വരുത്താൻ പൊതുവേ പറയും. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം, ഉപ്പിൻ്റെ അംശം കുറച്ച് കുറയ്ക്കാൻ പറയും. ഒരു 1.5 to 2 grams per day. അതിൻ്റെ അപ്പുറത്തേക്ക് ഉപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണത്തിലും കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. ഭക്ഷണത്തിൽ കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. ഫാറ്റിൻ്റെ കണ്ടന്റ് കുറയ്ക്കണം. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉള്ള പ്രീ ഹൈപ്പർടെൻസീവ് പേഷ്യൻസിൻ്റെ പ്രഷർ ഒരുവിധം സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് നിൽക്കാറ്. ഹൈപ്പർടെൻസീവ് ലെവലിലേക്ക് പോകാറില്ല. ഇനി നമ്മൾ പറയുന്ന 140-90 മുകളിലേക്കുള്ള പേഷ്യൻസ് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. പലതരം മെഡിസിൻസ് ഉണ്ട്. അത് ഓരോ പേഷ്യൻസിൻ്റെ അവസ്ഥ നോക്കി നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ചില ആസ്മാറ്റിക് പേഷ്യൻസിൽ ചില മെഡിസിൻ പറ്റുകയില്ല. പിന്നെ ബേസ് ലൈൻ കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്ക് ചില മെഡിസിൻസ് പറ്റുകയില്ല. അപ്പോൾ പേഷ്യൻ്റെ അവസ്ഥ അനുസരിച്ച് നമ്മൾ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഒരു മെഡിസിനിൽ ആദ്യം തുടങ്ങിയും അതിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് ആ മെഡിസിൻ്റെ ഡോസ് കൂട്ടുകയോ അല്ലെങ്കിൽ വേറൊരു മെഡിസിൻ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ പ്രഷർ നമ്മൾ സ്ഥിരമായിട്ട് നോക്കി അത് നമുക്ക് വേണ്ട ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. Lakshmi Hospital, the trusted family hospital.